ദിക്ർ കൊണ്ട് മുഴുകുക എന്നുള്ളത് അള്ളാഹുവിനോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കാരണമാകും. സനദിൽ ചില കുഴപ്പങ്ങൾ, ഒരു ഹദീസിന്റെ ആശയമാണിത്. പക്ഷെ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. ദുആവും ദിക്റും പറ്റി പറയുമ്പോൾ ഒരാൾ ഒരു കാര്യം അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുക. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ ചോദിക്കുന്നുണ്ട്, അതിനോടൊപ്പം ദിക്ർ കൂടുതലായി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ചോദിക്കുന്ന ആൾക്ക് നൽകപ്പെടുന്നതിനേക്കാൾ അഫ്ളലായ നിലക്ക് ഈ ദിക്ർ അധികരിപ്പിച്ച ആൾക്ക് ലഭിക്കും എന്നത്. അത് ദുആഇന്റെ ഇനത്തിൽപ്പെട്ട ദുആ. രണ്ടു തരത്തിൽ ഒരാൾക്ക് ദുആ ചെയ്യാം. ഒന്ന് ദുആൽ മസ്അല, ഒരു കാര്യം എന്താണോ അത് ചോദിച്ച് അങ്ങനെ ചോദിക്കുക, തൊലബിന്റെ രൂപത്തിൽ. അതേപോലെ തന്നെ ഖബർ പറഞ്ഞുകൊണ്ട് എന്താണ് ആവശ്യം എന്ന് ചോദിക്കാതെ അള്ളാഹുവിനോട് തേടാം. ഉദാഹരണം പറഞ്ഞാൽ യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ ദുആയിൽ എവിടെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള വാക്കുണ്ടോ? എന്താ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികൾ പെട്ടുപോയി. ഇതിൽ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് അതാണ് ആവശ്യം. പക്ഷെ അതൊരു ദിക്റിന്റെ രൂപത്തിൽ പറഞ്ഞിട്ട് ആ ദിക്റിന്റെ ശ്രേഷ്ഠത എന്താണ്? അതുകൊണ്ട് ഇന്നും ഒരു മുഅ്മിൻ അവന്റെ ആവശ്യം ഈ ലഫ്ളുകൾ കൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണെങ്കിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു ദുആ ആണ്. അപ്പോ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഒരാൾ അവന്റെ ആവശ്യം ചോദിച്ചു നേടുന്നതിനേക്കാൾ അധികമായിട്ട് അല്ലാഹു തആല കാര്യങ്ങൾ നൽകും.